ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിൽ സർക്കാരിനെ വെട്ടിലാക്കി കോട്ടയം മെഡിക്കൽ കോളേജ്. ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനെത്തിയ കമ്പനി പ്രതിനിധികൾക്ക് സ്റ്റെന്റ് ഉൾപ്പെടെ അധികൃതർ ഉപകരണങ്ങളെല്ലാം തിരിച്ചു കൊടുത്തു. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. 24 ബ്രേക്കിംഗ് ന്യൂസ്. സമരരംഗത്തുള്ള ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണക്കാർക്ക് ഒപ്പം ചേർന്ന് സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർ. ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനെത്തിയ കമ്പനി പ്രതിനിധികൾക്ക് കാത്ത് ലാബിലും ICUവിലും സൂക്ഷിച്ചിരുന്ന സ്റ്റെന്റ് ഉൾപ്പെടെയുള്ളവ അധികൃതർ കൈമാറി. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, എറണാകുളം ജനറൽ ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനെത്തിയെങ്കിലും അധികൃതർ ചർച്ച നടത്തി കമ്പനി പ്രതിനിധികളെ മടക്കി അയച്ചു. കടുത്ത നടപടികളിലേക്ക് പോയാൽ തുടർന്ന് സഹകരിക്കാനാകില്ലെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ നിലപാട്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അധീനതയിലുള്ള ഉപകരണങ്ങൾ കമ്പനിക്ക് വിട്ടു നൽകിയതിൽ ആരോഗ്യവകുപ്പ് അധികൃതരും അതൃപ്തരാണ്. ഉപകരണങ്ങൾ തിരിച്ചെടുത്ത് കാത്ത് ലാബിന് മുന്നിൽ വെച്ച് ഇത് വീഡിയോ ചിത്രീകരിക്കാൻ അവസരവും ആശുപത്രി അധികൃതർ ഒരുക്കി. സെപ്റ്റംബർ മുതൽ പുതിയ സ്റ്റോക്ക് വിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടെ 4 ആശുപത്രികളിലെയും ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയിലാണ്. മാർച്ച് വരെയുള്ള കുടിശ്ശിക തീർക്കണമെന്നാണ് വിതരണക്കാരുടെ ആവശ്യം. 159 കോടി രൂപയായിരുന്നു കുടിശ്ശിക. ഇതിൽ 30 കോടി രൂപയ്ക്കടുത്ത് മാത്രമാണ് സർക്കാർ നൽകിയത്. പരമാവധി കുടിശ്ശിക തീർത്ത് പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.